എടാ, ദീമോക്ക് 4 വയസ്സായില്ലേ? അവൾക്കൊരു കൂട്ട് വേണ്ടേ? അവൾക്കും ആഗ്രഹം കാണൂലേ ഒരു അനിയനോ അനിയത്തിയോ ഒക്കെ വേണോന്ന്? അത് മാത്രമല്ല, ശ്രീകുട്ടിക്കും പ്രായമായി വരെയാണ്. അടുത്ത കുട്ടിയെ കുറിച്ച് ചിന്തിക്കേണ്ട സമയമായി. നമുക്ക് നോക്കാമേ. അതെ, കുഞ്ഞിന് ഉറക്ക സമയമായി, ഞാൻ ഉറക്കിട്ട് തരാം. എന്തുടാ എടാ, അതിനിപ്പോ എന്തുണ്ടായിടാ? ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. 4 വയസ്സായ സ്ഥിതിക്ക് അടുത്തൊരു കുഞ്ഞു വേണമെന്നല്ലേ പറഞ്ഞുള്ളൂ. അമ്മ മിണ്ടാതിരിക്കും. അമ്മയുടെ ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് അവളുടെ അടുത്ത് പറയരുത്. കുഞ്ഞുണ്ടായ ശേഷം അവൾ എന്തൊക്കെ മാനസിക ബുദ്ധിമുട്ട് കൂടെയാണ് പോയതെന്ന് അമ്മയ്ക്ക് അറിയാന്നുള്ളതല്ലേ. അവൾ അതെല്ലാം കഴിഞ്ഞൊന്ന് നോർമലി വരുന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് എടാ, ഇതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ? നീ അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കാതെ ഞാൻ പറഞ്ഞ കാര്യം അവളോട് പറ. ശ്രീകുട്ടി, അമ്മ പറഞ്ഞ് ആലോചിച്ചിരിക്കുകയാണ്. അമ്മ പറഞ്ഞോണ്ട് മാത്രമല്ല, എനിക്കും ആഗ്രഹമില്ലാതില്ല. ദിയമോൾ എന്തായാലും വലുതായി വരെയല്ലേ. ശ്യാമിന് എന്താഗ്രഹം ഉണ്ടെന്നാ പറഞ്ഞു വരുന്നേ? എന്റെ പഴയ കാലമൊക്കെ നീ മറന്നുപോയോ? ഈ റൂമിൽ ഈ കട്ടിൽ കുഞ്ഞിനെ നോക്കി ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാതെ എത്രയോ രാത്രി എന്തിനാന്ന് പോലും അറിയാതെ കരഞ്ഞു നിർത്ത എന്റെ ആ ദിവസങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് എന്റെ കൂടെ ഒന്ന് ചേർത്ത് പിടിക്കാൻ എനിക്ക് ആരുണ്ടായിരുന്നു? ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ എന്റെ ഉള്ളിൽ നടന്ന യുദ്ധം മനസ്സിലാക്കാൻ ശ്യാമിന് പറ്റിയില്ല. സ്വന്തം കുഞ്ഞിനെ പോലും എടുക്കാൻ എനിക്ക് ഭയമായിരുന്നു. ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ. ഈ 4 ചുമരക്കുള്ളിൽ ശ്വാസം മുട്ടി മരിക്കാൻ നിന്ന് എന്നെയാണോ നിങ്ങൾ വീണ്ടും ആ ഇരുട്ടിലോട്ട് തള്ളിവിടാൻ നോക്കുന്നത്? ആ അവസ്ഥയിൽ നിന്ന് എങ്ങനെ ഞാൻ പുറത്തു വന്നേന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. ആ സമയത്തൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ശ്യാം പോലും അമ്മ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന കാണുമ്പോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അതെനിക്ക് അറിയാം ശ്രീകുട്ടി, പക്ഷെ അതിപ്പം കഴിഞ്ഞു പോയ കാര്യമല്ലേ. നീ ഇപ്പം നോർമലല്ലേ. നീ ഒരിക്കലും നീ പഴയതുപോലെ ആവില്ലെന്ന് അമ്മയും പറയുന്നു. അവർക്കൊക്കെ എന്തും പറയാമല്ലോ. അല്ലെങ്കിലും അമ്മ ചോദിച്ചത് നോർമൽ ക്വസ്റ്റ്യൻ അല്ലേ, രണ്ടാമതൊരു കുഞ്ഞ് വേണ്ടേന്നുള്ളത്. പക്ഷേ എനിക്കത് അങ്ങനെ അല്ല. നിങ്ങളൊക്കെ കൂടെ ചേർന്ന് എന്നെ വീണ്ടും അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് ദേവിയെ തള്ളിവിടരുത് പ്ലീസ്. എനിക്ക് പറ്റുന്നില്ല, എന്നൊന്ന് വെറുതെ വിട. മോളെ സൂക്ഷിച്ച്. ശ്രീകുട്ടി, മോള് കളിക്കുന്ന നോക്കിയിരിക്കുകയാണോ? ആ ചേച്ചി. അതെ, മോക്ക് 4 വയസ്സൊക്കെ ആയില്ലേ, അടുത്ത ആളെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ചേച്ചി, തൽക്കാലം ഞങ്ങൾ അതിനെപ്പറ്റി ഇപ്പം ചിന്തിക്കുന്നില്ല. പിന്നെ ഇവളുടെ കരിയർ ഇപ്പം പുതുതായിട്ട് ഇവൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തോളൂ. എന്തായാലും അത് നടക്കട്ടെ. അതൊക്കെ വെറുതെ ആണ് ശ്യാം. ഒറ്റ കുട്ടിയായാലേ കൊച്ചിന് ഒറ്റപ്പെടൽ തോന്നും. പിന്നെ ഒന്നിനൊന്നുകൂടി വേണം. ഈ പ്രായമൊക്കെ പോയാലേ പിന്നെ പിടിച്ചാ കിട്ടില്ല. ഞാനും അത് തന്നെയാ പറയുന്നത്. ഒന്നിന്റെ കൂടെ അതും കൂടെ അങ്ങ് വളർന്നോളൂ. പിന്നെ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കഴിഞ്ഞല്ലോ. ശ്രീകുട്ടി എന്താ ഒന്നും മിണ്ടാത്തെ? അടുത്തതൊരു ആൺകുഞ്ഞ് തന്നെ വേണം കേട്ടോ. ശ്യാമിന്റെ കുടുംബത്തിന് തലമുറ വേണ്ടേ? എനിക്ക് എന്തായാലും ഇപ്പൊ രണ്ടാമതൊരു കുഞ്ഞിനെയും കൂടെ പ്രസവിക്കാനുള്ള മാനസിക ശേഷി ഇല്ല. ഞാൻ ആദ്യത്തെ ഒരു അവസ്ഥയിൽ നിന്ന് കഷ്ടപ്പെട്ടാ പുറത്തു വന്നത്. എനിക്കിനി പഴയ അവസ്ഥയിലോട്ട് പോകാൻ താല്പര്യമില്ല. ഇപ്പൊ ഈ പെണ്ണുങ്ങൾക്കെല്ലാം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ഫാഷനാ അല്ലേ? നമ്മളൊക്കെ പെറ്റ് വളർത്തിയതാ. ഇതൊക്കെ ഒന്നും കൂടെ ഉണ്ടാവുമ്പോ ഇതൊക്കെ അങ്ങ് മാറിക്കോളും. ഇത് വെറും മടിയാണ്.
എടി എന്താ ഇത്? നീ അമ്മ പറയുന്നത് കേട്ടിട്ടാണ് ഇങ്ങനെ വിഷമിക്കുന്നത്. അവര് പഴയ ആൾക്കാരല്ലേ, നീ അത് വലിയ കാര്യമാക്കണ്ട. എന്തിനാ അവൻ എന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്റെ അപ്പോഴത്തെ അവസ്ഥയൊക്കെ അവരെല്ലാരും കണ്ടതല്ലേ. നിനക്കറിയോ, എന്റെ ശരീരം തന്നെ ആകെ മാറിപ്പോയെന്ന് പറഞ്ഞ് എന്നെ എല്ലാരും കൂടെ കളിയാക്കുക. ഓരോ ഓഫീസ് മീറ്റിങ്ങിലും എനിക്ക് ഒട്ടും കോൺഫിഡൻസ് പോലും കിട്ടുന്നില്ല. അതിനിടയിൽ കൂടെ രണ്ടാമതൊരു കുട്ടി വേണമെന്നുള്ള പ്രഷർ. ശ്രീ, അത് ശ്യാം, എനിക്കാകെ പേടിയാവുക. എന്നെ എല്ലാരും കൂടെ ചേർന്ന് വീണ്ടും ആ പഴയ അവസ്ഥയിലോട്ടാ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നേ. എന്നെ വീണ്ടും ആ പഴയ അവസ്ഥയിൽ എത്തിക്കരുത് പ്ലീസ്. ഇല്ല. ആഹാ, നിങ്ങളോ? എന്താ ഇത്ര വൈകിയത്? നല്ല ട്രാഫിക് ആയിരുന്നു അമ്മേ. മോളുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ. അതെ അമ്മേ, അതാ ഡോക്ടറെ കണ്ടിട്ട് നേരെ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചത്. ഏയ്, നിങ്ങളെപ്പോ എത്തി? ഇപ്പൊ വന്നേ ഉള്ളൂ. ഡോക്ടറെ കണ്ടിട്ട് എന്ത് പറഞ്ഞു? ഒരു കുഴപ്പമില്ല, ബേബി നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നെന്ന് പറഞ്ഞു. പിന്നെ അമ്മ, എനിക്ക് ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ ശ്രീകുട്ടി എടുത്തേ പോലെ ഇങ്ങനെ വീട്ടിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ. എനിക്കെന്റെ പ്രോജക്റ്റ് തീർക്കാനുള്ളതാണ്. അതിനെന്താ, അമ്മ നിന്നെയും കുഞ്ഞിനെയും നോക്കിക്കോളാം. ഇവിടെ ഓരോരുത്തർക്ക് പ്രസവത്തിന് മുമ്പും പിമ്പും ഡിപ്രഷനും പരാതിയും മാത്രമേ ഉള്ളൂ. അതൊന്നും കണ്ട് നീ പേടിക്കണ്ട കേട്ടോ. ആ ശ്രീകുട്ടി, നീ അങ്ങോട്ട് മാറിയേ. അവള് ഗർഭിണിയാ, അവൾക്ക് ഒരു കുറവും വരുത്താൻ പാടില്ല. നീ ഉണ്ടാക്കിയ ചിലപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടില്ല. നീ ഇങ്ങോട്ട് മാറി. അമ്മ ഞാൻ ഇടാമേ ചായ? വേണ്ട. ചായ എടുക്കുവാണോ അമ്മ? എനിക്ക് ചായ വേണ്ട, ഫ്രഷ് ജ്യൂസ് മതി. ആ പിന്നെ ഏട്ടത്തിയുടെ പ്രസവരക്ഷയുടെ മരുന്നിന്റെ ലിസ്റ്റ് ഒന്ന് തരണേ. ഞാൻ അവിടുത്തെ അമ്മയോട് പറഞ്ഞപ്പോൾ അതൊക്കെ പണ്ടത്തെ മരുന്നല്ലേ, ഇപ്പോഴത്തെ പുതിയ മരുന്നൊക്കെ യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അയ്യോ, അത് ഞാൻ ആ സമയത്ത് അങ്ങനെ മരുന്നൊന്നും അങ്ങനെ അധികം കഴിച്ചിട്ടില്ല. എന്തോ എനിക്ക് ഓർമ്മയില്ല. നീ എന്തിനാ ശിവ ഇവളോട് ഇതൊക്കെ ചോദിക്കുന്നത്? പ്രസവം കഴിഞ്ഞപ്പോൾ തൊട്ട് കുട്ടിയെ നോക്കാനും വയ്യ, മരുന്ന് കഴിക്കാനും വയ്യ എന്ന് പറഞ്ഞ് നടന്നവളെ. ഏത് സമയം കരച്ചിലായിരുന്നു. ഇതൊന്നും കണ്ട് നീ പഠിക്കല്ലേ. ശ്രീകുട്ടി, ശ്രീ, പറഞ്ഞോ. നിനക്കെന്താ? ശ്രീകുട്ടി, എനിക്ക് വയ്യ ശ്യാം. ശിവതയുടെ അവസ്ഥ കാണുമ്പോ, അമ്മ പറയുന്ന വാക്ക് കേൾക്കുമ്പോ എനിക്കെന്തോ വീണ്ടും പണ്ടത്തെ ഓർമ്മകൾ തന്നെ. ഞാൻ കുറച്ചു ദിവസം തീമോളെയും കൂട്ടി വീട്ടിൽ പോയി നിന്നോട്ടെ. താൻ അങ്ങോട്ടും പോണ്ട. മുമ്പ് തന്നെ തനിച്ചാക്കിയ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പക്ഷെ ഇപ്പം ഞാൻ തൻ്റെ കൂടെ ഉണ്ട്. അമ്മയടുത്തും ശിവതയടുത്തും ഞാൻ സംസാരിച്ചോളാം. തൻ്റെ മാനസിക ആരോഗ്യം തകർക്കാൻ ഞാൻ ഇനി ആരും അനുവദിക്കില്ല. പിച്ച വെച്ചു നടന്നാൽ കാലിൽ പാദസരങ്ങൾ നൽകാം. ഇതാണ് നിന്റെ ഏട്ടന്റെ ഇപ്പൊ സ്ഥിരം ജോലി. പകല് മുഴുവനും ഓഫീസിലെ ജോലി, തിരിച്ച് വീട്ടിൽ വന്നാലും ഇതാണ് പണി. കുഞ്ഞിനെ ഉറക്കലും കുഞ്ഞിനെ താരാട്ട് പാടലും എല്ലാം.
ഈ സമയത്ത് അവളുണ്ടല്ലോ സുഖമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങുമായിരിക്കും. ഒരു കുഞ്ഞിനെ നോക്കാൻ പോലുമുള്ള പ്രാപ്തി അവൾക്കില്ല. അത് ശരിയമ്മ. ഈ ഏട്ടനെ ഇവളിങ്ങനെ തലേ കയറ്റി വെച്ചേക്കുന്നുണ്ടാ ഇവളിങ്ങനെ എല്ലാത്തിനും കിടന്ന് തുള്ളുന്നേ. ഞാൻ ഈ നാടകം കണ്ട് മടുത്തു. ജോലിക്ക് പോണ ഇവനെ കൊണ്ട് ഇവളിങ്ങനെ അടിമപ്പണി ചെയ്യിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ട്? പ്രസവിച്ചു കിടന്നപ്പോഴാ ഡിപ്രഷൻ എന്ന് പറഞ്ഞായിരുന്നു പ്രകടനം. ഓ എൻ്റെ അമ്മോ, ഇതൊക്കെ കുറച്ച് ഓവറാണേ. പിന്നല്ലാതെ. അമ്മ ഒന്ന് ഏട്ടനോട് പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ മോളെ ശിവൻ, നീ നന്നായിട്ട് കഴിക്കണേ. പ്രസവശേഷം അങ്ങനെ തന്നെ ആയിരിക്കണം. അല്ലാതെ ശ്രീകുട്ടിയെ പോലെ ഡിപ്രഷനാണെന്ന് പറഞ്ഞ് ഒന്നിനും കൊള്ളില്ലാതായി പോകരുത്. ദേ, ശ്രീകുട്ടിക്ക് അന്ന് കുഞ്ഞിനെ നോക്കാൻ കഴിയാത്തോണ്ടാണ് ഇവൻ അന്ന് ലീവ് എടുത്ത് നിൽക്കേണ്ടി വന്നത്. നീ നിന്റെ ഭർത്താവിനെ ഇങ്ങനെയൊന്നും ബുദ്ധിമുട്ടിച്ചേക്കല്ലേ? ഒന്ന് നിർത്തുന്നുണ്ടോ? കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ ഇത് കേട്ടോണ്ടിരിക്കുക. അന്ന് ഇവൾ അനുഭവിച്ച ഇവക്ക് ഫാഷനോ മടിയുണ്ടോ അല്ല, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന ഗുരുതരമായ അവസ്ഥയായിരുന്നു. അന്ന് അത് അറിഞ്ഞിട്ടും നമ്മൾ ഇവളെ സപ്പോർട്ട് ചെയ്തില്ല, പക്ഷെ കുറ്റപ്പെടുത്തി. അതാ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നീ അവൾക്ക് വേണ്ടി എന്നെ കുറ്റപ്പെടുത്തുന്നടശ? കുറ്റപ്പെടുത്തിയൊന്നുമല്ല, ഞാൻ സത്യം പറഞ്ഞ ഇവള് പ്രഗ്നന്റാ. നാളെ ഇവളെ പ്രസവ ശേഷം ഇവക്ക് ഹോർമോണൽ ചേഞ്ച്, മൂഡ് സ്വിങ്സും വരും. അപ്പൊ ഇവൾ ഇതേപോലെ ഒരു അവസ്ഥയിലോട്ട് എത്തൂല്ലെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടോ? അങ്ങനെ എത്തി അമ്മ ഇതുപോലെ കുറ്റപ്പെടുത്തോ? അമ്മ, ഒരു പെണ്ണിന് പ്രസവശേഷം വേണ്ടത് കൂടെ ഉള്ള ആൾക്കാരെ കുറ്റപ്പെടുത്തലല്ല, കൂടെ നിർത്തി അവളെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. അമ്മ, ശ്യാമന ശരിയാണ്. ഡോക്ടർ എന്നോടും പറഞ്ഞിരുന്നു, പ്രസവത്തിന് മുമ്പും ശേഷവും സ്ത്രീകളുടെ മാനസികാവസ്ഥയ്ക്ക് നല്ല മാറ്റം വരുമെന്നാണ് പറയുന്നത്. അത് നമ്മളാണ് കരുതലോടെ നോക്കേണ്ടത്. അമ്മേ, ഇന്നത്തോടെ ഈ സംസാരം ഇവിടെ നിർത്തണം. രണ്ടാമതൊരു കുഞ്ഞിനെ പറ്റിയുള്ള സംസാരവും ഇവിടെ പഴയ പാസ്റ്റിനെ പറ്റിയുള്ള കളിയാക്കലോ ഇനി ഇവിടെ വേണ്ട. അമ്മയെന്നല്ല ആരും. അമ്മേ, ഇവളുടെ ഭാവി, ഇവളുടെ കരിയർ ഇവിടെ ഒന്നാമത് തുടങ്ങിയതേ ഉള്ളൂ. അതിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും തകർക്കരുത്. പിന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞ് മതി, ദിയമോള് മാത്രം മതി. എനിക്ക് എന്തിനേക്കാളും വലുത് എൻ്റെ ഭാര്യയുടെ സന്തോഷവും മാനസികാരോഗ്യമാണ്. എടാ, അത് ഞാൻ വിചാരിച്ചു ഇവളുടെ പ്രസവശേഷം ഉണ്ടായ തളർച്ചയുടെ ഭാഗമായിരിക്കുന്നോ. ഇപ്പോൾ അവൾ ഓക്കെ അല്ലേ? അതുകൊണ്ടാ ഞാനൊരു രണ്ടാമത്തെ കുഞ്ഞിനെ കുറിച്ച് സംസാരിച്ചത്. അമ്മ, ശരീരം ശരിയായാലും മനസ്സ് ശരിയാകാൻ ഒരുപാട് സമയം എടുക്കും. അമ്മ കണ്ടില്ലേ ഇവളെ പഴയ ഓർമ്മകളിലൂടെ എന്തുമാത്രം വേദനിപ്പിക്കുന്നുണ്ടോ?